ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോഴേ നമുക്കിന്നൊരു മന്തി ഉണ്ടാക്കിയാലോ, അതും അൽഫാം മന്തി ആയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ചിക്കൻ്റെ ലെഗ് പീസസ് ആണ് എടുത്തിരിക്കുന്നത്. ഒരു 1.25 കിലോയോളം ഉണ്ട്. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലെമൺ ജ്യൂസ്, പെപ്പർ പൗഡർ, സോൾട്ട് ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ മാറ്റി വയ്ക്കുക. പിന്നീട് ഇതിലേക്ക് ഒരു ടൊമാറ്റോ, ഹാഫ് ഓണിയൻ, 2 പച്ചമുളക് ഇതെല്ലാം കൂടി പേസ്റ്റാക്കി ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ 1.5 ടേബിൾ സ്പൂൺ ഹോം മെയ്ഡ് അറബിക് മസാല ഇടുന്നുണ്ട്, 1/2 കപ്പ് തൈര്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. ഒരു 3 to 4 hours എങ്കിലും മിനിമം മാരിനേറ്റ് ചെയ്യാൻ നോക്കുക. ഫ്രിഡ്ജിൽ വയ്ക്കുക. ഓവർനൈറ്റ് വെച്ചാൽ അത്രയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും ചിക്കൻ. പിന്നെ ഈ ചിക്കനെ നമുക്ക് എണ്ണയിൽ നന്നായിട്ട് വറുത്തെടുക്കാം. ഇനി നമുക്ക് റൈസ് കുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വീതം ഗാർലിക്കും സ്പ്രിംഗ് ഓണിയനും കൂടി ചോപ്പ് ചെയ്തത് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു ക്യാരറ്റും ക്യാപ്സിക്കും ചെറുതായി അരിഞ്ഞത് ചേർക്കാം. ഒരു 4 to 5 ഗ്രീൻ ചില്ലീസും. ചിക്കൻ്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചിക്കൻ സ്റ്റോക്ക് ക്യൂബാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു ക്യൂബ് ചെറുതായിട്ട് പൊടിച്ചിടുന്നുണ്ട്. പിന്നെ 2 ബേ ലീഫും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ടർമറിക് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂണോളം അറബിക് മസാല കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. പിന്നെ ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു ലെമണിൻ്റെ സെസ്റ്റാണ്. അതൊരു 1/4 ടീസ്പൂണോളം വരും. പിന്നീട് ഒരു ഡ്രൈ ലെമണും കൂടി ആഡ് ചെയ്യാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് വേണമെങ്കിലും ചേർക്കാം. ഞാനിവിടെ 2 ഡ്രൈ ലെമണും ലെമൺ സെസ്റ്റും ആഡ് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ 3 കപ്പ് അരിക്ക് 4.5 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്യുന്നത്. ഇത് വേണമെങ്കിൽ ചിക്കൻ്റെ സ്റ്റോക്ക് വാട്ടർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നോർമൽ വാട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇത് നന്നായിട്ട് ബോയിൽ ചെയ്യിപ്പിക്കുക. ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ഒരു ഹാഫ് ആൻ അവർ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ആഡ് ചെയ്യാം. ഞാനിവിടെ 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് ഒരു 10-15 മിനിറ്റോളം ഒന്ന് സ്ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് കുക്ക് ചെയ്ത് കിട്ടും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ എല്ലാം നിരത്തി വെച്ചിട്ട് ഒന്ന് ചാർക്കോൾ വെച്ചിട്ട് ഒന്ന് സ്മോക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ അൽഫാം ചിക്കൻ്റെ നല്ലൊരു ഫ്ലേവർ കൂടി കിട്ടും. അപ്പോൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.